ബ്ലാക്ക് മെയിലിംഗ് ഞാനൊരു പ്രൊഫഷൻ ആക്കി എടുത്താലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് മെയിൽ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇത് വെച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്. എൻ്റെ പഴയ റീൽസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ബ്ലാക്ക് മെയിലിംഗ് സ്കിൽസ് ഞാൻ എവിടെയാണ് എടുക്കാറുള്ളത് എന്നുള്ളത്. ഇതാണ് എൻ്റെ സ്ഥിരം വിക്ടം. നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കി എന്തൊരു ചൈതന്യം. അങ്ങനെ ചൈതന്യവും നിഷ്കളങ്കതയും എല്ലാം ഞാൻ മുതലെടുത്തിട്ട് സാധനം എത്തിയിരിക്കുകയാണ്. ഇനി പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് വെറുതെ അത് കഴുകണം പിടിക്കണം എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പകരം സിമ്പിളായിട്ട് ഒരു വാഴയില അങ്ങോട്ട് മുറിച്ചോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിതർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ വാഴയില പറിക്കാനുള്ള അപ്പോൾ അത് നമുക്ക് കഴുകി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നന്മണ്ട 14 14സ് റെസ്റ്റോറൻറ്റ് നിന്നാട്ടോ അത് വാങ്ങിച്ചത്. ഈ മന്തിയും അൽഫാമൊക്കെ ഒട്ടുമിക്ക സമയം ഞങ്ങൾ 14സ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് വാങ്ങിക്കാറ്. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടേ. ഞാൻ ആക്ച്വലി പറഞ്ഞത് എനിക്ക് ഹാഫ് വേണമെന്നായിരുന്നു. അപ്പം എന്ത് ചെയ്തു, രണ്ട് വെറൈറ്റിയിൽ ക്വാർട്ടർ കൂടെ വാങ്ങിച്ചോട്ട് വന്നു. ഇപ്പോൾ വലിയ ജാമ്പവാൻ ഇലയിലിട്ടിട്ട് ഞാൻ എല്ലാം കൂടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മച്ചനൈസും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോകാൻ. ഇനി ഞാനൊന്ന് വിശദമായിട്ട് ഇതൊന്ന് ഒലത്തി പണ്ടാറെടുക്കട്ടെ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല, ഇപ്പോൾ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും മന്തിയും വന്നു. അങ്ങനെ വയറ് നിറച്ച് മന്തിയും കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പാടിപ്പം. ഇനി ഒരു ചൂട് കട്ടൻ ചായ കൂടി കുടിക്കണം. എന്നാൽ പിന്നെ പൊളി. അപ്പോൾ അതാ 2 പേരുടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കലാപരിപാടികളാണത്. പിന്നെ ലേശം മറ്റേ വന്ന ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചോറിങ്ങനെ ഇട്ടിട്ട് അതും കൂടി കൂട്ടിയിട്ട് എല്ലാം ഇട്ടിട്ട് 2 പേർക്കും കൊടുക്കാം. വേറൊരാളും കൂടി വന്നിട്ടുണ്ട്, മിസ്റ്റർ മങ്കാവൻ. ഫുഡ് കഴിച്ചതിന് ശേഷം ചൂട് കട്ടൻ കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനും ഹാപ്പി. പിന്നെ പൂച്ചക്കുട്ടികളും ഹാപ്പിയോട് ഹാപ്പി. അമ്മ അത്ര ഹാപ്പി ആണോ എന്ന് എനിക്കറിയില്ല. സാറില്ല, മൈൻഡ് ആവശ്യം നമുക്കില്ലല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ എൻ്റെ ഷോർട്ട് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനിയും ഞാനിങ്ങനെ എൻ്റെ ബ്ലാക്ക് മെയിലിംഗ് വീഡിയോ, അടുത്ത ബ്ലാക്ക് മെയിലിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കാം.